ഹായ് എവ്രിവൺ, നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേക്കഡ് ട്രൂത്ത് ആണ്. ഞങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ശാരീരിക ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ നേരിട്ട് ഉത്തരങ്ങൾ നൽകുന്നതാണ്. ഞാൻ ശില്പ. വരൂ നമുക്ക് തുടങ്ങാം. വയസ്സുള്ള ഒരു യുവതി മുംബൈയിൽ നിന്നും എഴുതിയിരിക്കുന്നു. എന്റെ ഒരു കൂട്ടുകാരി ശനിയാഴ്ച രാത്രി മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ അവളെ തടയുവാൻ ശ്രമിച്ചു, പക്ഷെ അവൾ കേട്ടില്ല. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുവാൻ പാടില്ലെന്ന് പറയണം. ഇത് ഞങ്ങൾ എങ്ങനെയാണ് പറയുക? ആദ്യമായി മദ്യപിച്ച ശേഷം വണ്ടി ഓടിക്കുന്നതുകൊണ്ടുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് മനസ്സിലാക്കിയതിന് നന്ദി. നിങ്ങളുടെ കൂട്ടുകാരി അളവിൽ കൂടുതൽ മദ്യപിക്കണമെന്ന് ആവശ്യമില്ല. അതായത് അധികം സംസാരിക്കുക, നടക്കാൻ കഴിയാതെ വരിക, ഛർദ്ദിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ വണ്ടി ഓടിക്കാൻ കഴിയാതെ വരിക. അപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. മദ്യപിച്ച ശേഷം ചില നിമിഷങ്ങൾക്കകം തന്നെ അത് നിങ്ങളുടെ പ്രതികരണശേഷിയെ നശിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് ഒന്നും തന്നെ ബോധപൂർവം ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് നിങ്ങളെ ബാധിക്കുന്നത് ഒരാളുടെ വെയ്റ്റ്, ഹൈറ്റ്, ശരീരപ്രകൃതി ഇവയെല്ലാം അപേക്ഷിച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ചില്ലെങ്കിലും അവളുടെ പ്രതികരണശേഷിയെ ഈ ആൽക്കഹോൾ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ നശിച്ച് അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർക്ക് വളരെ ആപത്തുകൾ ഉണ്ടാക്കുന്നു. ഇന്ത്യൻ നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള അളവ് കുടിച്ചിരുന്നാലോ, അതായത് 0.3%, സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് നിങ്ങളുടെ കൂട്ടുകാരി കുറച്ചേ മദ്യപിച്ചിട്ടുള്ളെങ്കിലും അവരെ വണ്ടി ഓടിക്കുവാൻ അനുവദിക്കരുത്. അവൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ ടാക്സിയിലോ അവളെ വീട്ടിലേക്ക് അയക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ പക്കൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇമെയിൽ അയക്കുകയോ SMS അയക്കുകയോ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഒരിക്കലും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ.